ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പം പുറത്തേക്കുള്ള ഉഷാറുള്ളൂ, ഉള്ളിക്ക് എന്തെയില്ല. ഈച്ചൂനും ജിമ്മിക്കൊന്നും അത്ര ഉഷാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ശീലങ്ങളൊക്കെ മാറ്റിയിരിക്കണ്. പണ്ടത്തെ പോലല്ല. ഈ സ്കൂൾ തുറന്നതിന് ശേഷം രാവിലെ വണ്ടികൾ ഫുൾ ഡേഞ്ചർ ആട്ടോ. ഓട്ടോറിക്ഷകളൊക്കെ ചും പറഞ്ഞ് പോവാണ്, ബൈക്കുകളും. അപ്പം ഇതാ ഞങ്ങള് നൂറനെ സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടി പോവാണ്. ഇന്നലെ പോവാന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇന്നലെ ഇപ്പൊ നമ്മൾ എന്തിനാ പെട്ടേച്ചോ, ഇന്നലെ കുറച്ച് നല്ല ശീലങ്ങൾ. അതായത് എനിക്ക് ജൂൺ 1 ജനുവരി 1 പോലാണ് നമ്മളെ വീട്ടിലൊക്കെ ഫീൽ ചെയ്യണോ. കാരണം നമ്മൾ രാവിലെ നീച്ച് ഈച്ചു ജിമ്മിന് പോവാ. ജിമ്മി 7 മണിക്കൊക്കെ എന്നെ വിളിക്കുക, എവിടെ ജിമ്മിക്കില്ലെന്നൊക്കെ ചോദിച്ചിട്ടേ നോക്കുമ്പോ ജിമ്മിന്റെ മിസ്കൾ 7 മണിക്കൊക്കെ. അപ്പൊ ഞങ്ങൾ 7 മണിക്കോ, 7 മണിക്ക് എന്താ പനൊക്കെ പണിന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. ആകെ ഫോൺ വരുന്നുണ്ട്. അപ്പൊ എല്ലാം ബിസിയായോ? അപ്പൊ നൂറമോള് ഇനി 7ാം ക്ലാസ് കണ്ട 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇന്നലെ ആക്കി കൊടുക്കാൻ വിചാരിച്ചിനി. പക്ഷെ ഞാൻ RCB കപ്പടിച്ചതിന്റെ ആ സന്തോഷം, നീണ്ടു നിന്ന സന്തോഷത്തിന്റെ രാത്രികളായിരുന്നു. പടക്കൊക്കെ പൊട്ടിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്നത് നല്ല ലേറ്റ് ആയിട്ടാണ്. അപ്പൊ നല്ല ലേറ്റ് ആയി. അപ്പൊ വിചാരിച്ചു ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ നൂറമോളെ കൊണ്ടാക്കിയിട്ട് കൊണ്ടുവരാന്നാണ് വിചാരിച്ചത്. അപ്പം 1ാം ക്ലാസ്സിൽ പോണ എൻ്റെ പ്രിയ കുട്ടികൾ, LKG പോണ പ്രിയ കുട്ടികളൊക്കെ എല്ലാരും വ്ളോഗ് കാണുന്നു. ആണോ? ഓള് സ്കൂളിൽ ചേർന്നോ? ഇന്നലെ വീഡിയോ ഉണ്ടോ? കുട്ടി അയ്യോ സീന്. ഇന്നലെ ആ വീഡിയോ വീഡിയോ കാക്കേ സിഗരറ്റും വെച്ചിട്ട് അങ്ങോട്ട് എടുക്കന്നെ. ഇങ്ങോട്ടൊന്നൊന്നുമില്ല. 1.5 മില്യൺ ലൈക്ക് കഴിഞ്ഞേന്. അയ്യോ ഇന്റെ മോനെ, സ്കൂളിന് കണ്ടന്റ് കിട്ടാൻ നല്ല കണ്ടന്റ് കിട്ടാൻ നല്ല സുഖമാണ് സ്കൂളിലെ. 1.5 മില്യൺ ലൈക്ക്. ഇതാണ് രാവിലെ നീച്ചാല പ്രശ്നം. ഓഫീസ് ടൈമിൽ നീച്ച ആൾക്കാരുണ്ട്, ഓല് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഇന്നലെ ആ വീഡിയോയില് ബാഗ് എടുത്ത് പോയാണെ കണ്ടോ? പലതരം നൊലവികള്. ലൈറ്റ് നൊലവിളി ഉണ്ട്, ഹാർഡ് നൊലവിളി ഉണ്ട്, മീഡിയം നൊലവിളി, നിലത്ത് കടന്നുള്ള നൊലവിളി ഉണ്ട്, ബാഗ് തലേടാക്കി വെച്ച് കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. അതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൊലവിളി ഇതേണ്ട. അയ്യോ അയ്യാ അയ്യോ അത് കണ്ടേച്ചു. ഒരു ചെറുത് റബ്ബേ, ഞാൻ ആ തലമടിച്ച് കരയണവന്റെ വീഡിയോ കണ്ടോ, എത്ര നേരം കണ്ടറിയോ. അപ്പം എനിക്കറിയാം കുറെ പാരന്റ്സിന്റെ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും നമ്മളെ വ്ളോഗ് കാണുന്ന കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ്, അടിപൊളി ആവട്ടെ സ്കൂൾ ജീവിതം. ശരിക്കും 9-10 ഇടയിൽ വണ്ടി കൊണ്ട് പോരുത് കേട്ടോ. ഏതൊക്കെ പോക്കറ്റോടോ, അവിടുന്ന് ഒക്കെ ഓട്ടോറിക്ഷയും ആപ്പകുടിസും സ്കൂട്ടിയും കാറും ടീച്ചർമാരുടെ സ്കൂട്ടറുകളും എല്ലാം കഴിഞ്ഞ സ്കൂൾ ബസ്സും എല്ലാം കൂടി വരുന്ന ടൈമാണ്. നല്ല കരുതി പോണം. അപ്പം ഈച്ചുവിന്റെ പാട്ട് അതല്ല, പാട്ടിനെ കുറിച്ച് പറയ്, പൂത്തുപൂത്തിനെ കുറിച്ച് പറയ്. അതേ പറഞ്ഞത്, എവിടുന്നൊക്കെ എന്തൊക്കെയാ വരുന്നതെന്ന് മനസ്സിലാവണില്ല. പൂത്തുപൂത്ത് നമ്മള് വെറുതെ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ ഒരു പാട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതിൽ തുടങ്ങിയ പാട്ടായിരുന്നു. പിന്നെ അത് വിജൃംഭിച്ച് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തി. നമ്മളൊരു ഭയങ്കര ഒരു ഡാൻസ് മൂഡ് പാട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ബീറ്റ് ഇങ്ങനെ വന്നപ്പോൾ അലിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു. ക്രിസാണ് ബീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ നമ്മൾ അലി അങ്ങനെ ചെയ്തൊരു പാട്ടായിരുന്നു. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പാട്ടിറങ്ങിയപ്പോ കോമഡി എന്താ വെച്ചാല്, ഇവരെല്ലാരും പറഞ്ഞു ഇതൊരു ഹിറ്റ് പാട്ടല്ല, ഇതൊരു ആർട്ട് വർക്കാണ്. അതായത് ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാല് ഈ കൊമേഴ്ഷ്യൽ പാട്ടുകൾ പറഞ്ഞാല് ഷാദി മസ്തി ഒക്കെ പോലുള്ള പാട്ടുകളാണ്. ഷാദി മസ്തി, ഇൻസാനിലെ. പക്ഷെ ആർട്ട് വർക്കിൽ പെട്ട പാട്ടുകളാണ്. അതായത് ഒരു ആർട്ടാവും, പക്ഷെ ചിലപ്പോൾ അത് ഒരുപാട് ആൾക്കാർ റീൽസ് ചെയ്യണമെന്നില്ല, അതുപോലെ ഒരുപാട് ആൾക്കാർ അതിന്റെ പിന്നാലെ കൂടണമെന്നില്ല, അങ്ങനത്തെ ഒരു പാട്ടാവും. അപ്പൊ ഞാൻ ഈ പാട്ട് ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ കേട്ടു.
ഞാൻ കേട്ടോക്കുമ്പോ സൂപ്പർ പാട്ട്. കാരണം ഫാത്തിമന്റെ ഫുൾ എഫേർട്ട് ഇട്ടിക്കണ്, അലിന്റെ ഫുൾ എഫേർട്ട് ഇട്ട പാട്ട്, ക്രിസ് നല്ല കിടിലനായിട്ട്, അതായത് മറ്റേ ഹൈ ഉള്ള ഭാഗങ്ങളിൽ അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തു. അതുപോലെ തന്നെ മെലഡി പോണ ഭാഗങ്ങളിൽ ആ ബീറ്റ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. ഈച്ചുവിന്റെ ഭാഗം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും പാട്ട് പാടിയതിൽ ഏറ്റവും സൂപ്പറായിട്ട് എടുത്ത് പാടിയ പാട്ടുകളിൽ ഒന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഈ പാട്ടിന് നല്ല സാധ്യതയുള്ള പാട്ടാണല്ലോ, ഇതെന്താ നിങ്ങളൊന്നും ചെയ്യാത്തത്? അതിൽ ഇബലൊക്കെ ഇങ്ങനെ സുഹാസ്ക്കൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾട്ടോ. കുറ്റ്യാടി ഉള്ള ഒരാളുണ്ട് കേട്ടോ, കുറ്റ്യാടി സ്വദേശി ഉണ്ട്. ഇബലെ പാട്ടുകളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യണ മൂപ്പരുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇത് ആർട്ട് വർക്കാണ്, ഇത് പാട്ട് വർക്കല്ല എന്ന് പറഞ്ഞിട്ടോ. ഈ പാട്ട് വർക്കല്ല, പക്ഷെ ഇതൊരു ആർട്ട് വർക്കാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ സുഹാസ്ക്കാണ്, സുഹാസ്ക നിങ്ങൾ വെറുതെ അന്തമിട്ട വർത്താനം പറയില്ലേ, ഇത് നല്ല പാട്ടാണ്, ഇത് പ്രൊമോട്ട് ചെയ്താൽ നല്ല രീതിയിൽ ആൾക്കാർ കേട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇന്നലെ മാത്രം ആ പാട്ട് എത്ര ആൾക്കാരെ പ്ലേലിസ്റ്റിലാണ് കയറിയെന്ന് നിങ്ങൾ ആ ചാർട്ട് ബുക്കിൽ ഒന്ന് നോക്കി നോക്കോണ്ടി. കാര്യം എനിക്ക് എത്ര ആൾക്കാർ മെസ്സേജ് അറിയോ, ഫുള്ള് മെസ്സേജ്, ബ്രോ ആഡഡ് ടു മൈ പ്ലേലിസ്റ്റ്. ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയോ, ഇത് ആരും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയോ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കങ്ങോട്ട് ഇഷ്ടമായി ആ പാട്ട്. അപ്പൊ ആ പാട്ട് ഇപ്പൊ ഇന്നലെ നമ്മൾ സ്റ്റോറി ഇടുന്നതിന്റെ മുന്നേ 130K വ്യൂസ് ആണ് ആ പാട്ടിന്. ഇന്ന് എത്ര വ്യൂസ് ആയി ഒക്കെ? അത് ഇപ്പൊ എന്റെ സ്റ്റോറി വ്യൂസ് എത്ര 600K 650K. കാരണം ഇന്നലെ രാത്രിയിൽ ഇട്ടിക്കണത്. അതിന് 1 മില്യൺ 212. അതായത് ഏകദേശം 1 ലക്ഷം ആൾക്കാർ എക്സ്ട്രാ ഇന്നലെ കേട്ടു. അതിന്റെ പുറമെ നില സ്പോട്ടിഫൈയിലും ഇതിലും അത് എത്ര ആള് കേട്ട് കാണുന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ എല്ലാരും ആ പാട്ട് പോയി കേൾക്കട്ടോ. അത് കോണിലറിയാതെ അത്ര പാടിയാ മതി, ഫുള്ള് പാടിയാ കോപ്പിറൈറ്റ് ഇട്ടുണ്ട്. ഇന്റെ സൗണ്ട് എനിക്ക് ഇന്നലെ കോപ്പിറൈറ്റ് കിട്ടി. ഞാൻ റിജു സഭ പാടി, എനിക്ക് കുട്ടിന്റെ ഒപ്പം പാടി, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അപ്പം എല്ലാരും ആഴ്ച വൻ സീനാവും. ലെഗിനൊക്കെ കളിച്ച് ബാത്റൂമിൽ ഇരിക്കണം. നീച്ചുകൊണ്ടൊന്ന് വലിയ നോർമൽ ബാത്റൂം ഇങ്ങനത്തെ ടീമിനെയാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ഇങ്ങനത്തെ ടീമിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവലെ പ്രത്യേകം എന്താ വെച്ചാൽ തലമ ഫുള്ള് എണ്ണ വെച്ച് സൈഡിക്കണ് വാരിയേക്കും. മുഖത്തൊരു പുള്ളി ഉണ്ടാവും, ഒരു ലോഡ് പൗഡറും ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഐബ്രോയും വരച്ചെടുത്ത് കാണും. എന്തൊരു നിഷ്കളങ്കതുള്ള മക്കൾ. അപ്പൊ ഇങ്ങനത്തെ മക്കളെ ടീച്ചറായി ഉണ്ടോ ഞാന്. അതൊക്കെ ഒരു കാലം, അതൊക്കെ എൻജോയ് ചെയ്ത ടൈമേനി. സ്കൂളിൽ 1 കൊല്ലം 2 കൊല്ലെങ്കിൽ 2 കൊല്ലം പുതിയ കുട്ടികൾ വരുന്നതും എല്ലാം നമ്മൾ എൻജോയ് ചെയ്തിനി. NSS സ്കൂൾക്കില്ല പൗതി മുക്കാ കുട്ടികൾ രാമകുത്തുന്നാണ് കയറണമെന്നുണ്ട് എനിക്ക്. നല്ല രസാണേ. അപ്പുറത്തൊരു ഭാഗം LKG UKG ഇപ്പോൾ നല്ലോളിയാ ഭാഗത്തുനിന്ന് ഓരോ ടീച്ചർമാരെ ഓരോ കുട്ടികളെ വെച്ചിട്ട് നോക്കുക. MLA പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഇപ്പോഴൊന്നും പിന്നെ ആദ്യമൊക്കെ പണ്ട് അതിൽ വരുമ്പോ കൊറേ കരച്ചിലും കുട്ടികളെ അങ്ങോട്ട് ഇതാക്കലും. ഇപ്പൊ അങ്ങനെയൊന്നും അധികമൊന്നും ഇല്ല. ഇപ്പൊ എന്താ നിങ്ങളെ മാതാപിതാക്കൾക്കൊക്കെ ഫോണ് പറഞ്ഞു കൊടുക്കൽ നിങ്ങളല്ലേ ചോദിച്ചു. കുട്ടികളൊച്ചയും ഭയങ്കര പീസ്ഫുൾ ആയി. രസാണ്. കുട്ടികളെപ്പോ ടൈം സ്പെൻഡ് ചെയ്യണ അത്ര നമുക്ക് സ്ട്രെസ് ഇതാവണ സംഭവം ഉണ്ടല്ലോ, വേറെ ഒന്നുമില്ല. അന്ന് ആ വൗമാർട്ട് പോയെന്ന് എന്റെ ഞങ്ങള് സാധനം വാങ്ങാൻ പോയില്ലേ, ഇവക്ക് സാധനം വാങ്ങാൻ പോയില്ലടാ, എന്താ ഫൈഹക്ക് സാധനം വാങ്ങാൻ പോയ ടൈമില് ഫുള്ള് പലതരമായ കുട്ടികളല്ലേ, ചെറുതുകള് LKG മുതല് അംഗനവാടി മുതല് 8ാം ക്ലാസ് 6ാം ക്ലാസ് ഇല്ല അത്ര വലിയ കുട്ടികളല്ലേ, 5 UP വരെയുള്ള കുട്ടികള്. അല്ലാ എല്ലാം ഞമ്മളെ തോളത്തും ഞമ്മളൊക്കത്തും ഭയങ്കര ബന്ധടാ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയാൽ ഞാൻ എല്ലാരോടും പറയലുണ്ട്, എനിക്ക് വേറെ എന്തിലുപരി ഇനിയിപ്പോ ഇതിന്റെ പണോ ഇതിന്റെ പ്രശസ്തി അതൊക്കെ സെക്കൻഡറി ആയിട്ടേ ഞാൻ കാണുള്ളൂ. പക്ഷെ എനിക്ക് എന്റെ യൂട്യൂബ് കാണുന്ന ആൾക്കാർ ഞാനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതെനിക്ക് എപ്പോഴും കിട്ടല് പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ്. കാരണം പുറത്തിറങ്ങുന്ന ടൈമിൽ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് എന്റെ കാലിൽ വന്നിട്ട് അങ്ങോട്ട് പിടിച്ചു വെക്കും. എനിക്കോ അനാശ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പിടിച്ചു വെക്കണ ആ ഒരു ഫീൽ ഉണ്ടല്ലോ,
ഒരിക്കലും പുറത്തുനിന്നുള്ള ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെങ്ങനെയാണ് നമ്മള്. കാരണം ചെറിയ കുട്ടികള് ഇങ്ങളൊന്ന് കമ്പനി ആക്കി കാണി. ചെറിയ കുട്ടികൾ ഇപ്പൊ ഇതിൽ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. ഇങ്ങക്കൊരു 10 കുട്ടികളെ കമ്പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് ഒറ്റ ടൈമിൽ കയ്യിലെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കഴിയൂല. കാരണം ചെറിയ കുട്ടികൾ ഭയങ്കര റിസ്ക് ആണ് കയ്യിൽ വരാൻ. നമ്മളെ കയ്യിലേക്ക് കുട്ടികൾ വരുന്നത് എന്താ അറിയോ, നമ്മളെ ചെറിയ മുഖപരിചയം ഉണ്ട്. മനസ്സിലായോ? പാട്ടിലാണെങ്കിലും വ്ളോഗിലാണെങ്കിലും അതായത് നമ്മളെ ചെറിയ ലൈറ്റ് ഒരു മുഖപരിചയം നമ്മൾ ഇട്ടെടുക്കും. അതിന്റെ കൂടെ നമ്മൾ അവരോട് സോഫ്റ്റ് ആയി നിൽക്കും കൂടി ചെയ്ത് കഴിഞ്ഞാല് അത് അത്രപ്പാടെ സൈഡ് ആവണ്ടി കേട്ടോ. ഇങ്ങനെ പോയി സീനാട്ടോ. ജൂൺ 1 രണ്ടാക്കെ സത്യം അല്ല അങ്ങനത്തെ ഉണ്ട്. പക്ഷെ ഞാൻ കുട്ടികളെ കേസ് പറയാ. അങ്ങനത്തെ ഇപ്പൊ നമുക്ക് കമ്പനി ആക്കാൻ പറ്റുമല്ലോ. പക്ഷെ ചെറിയൊരു കുട്ടീനെ, ഒരു LKG കുട്ടീനെ എന്ത് ബന്ധം വെച്ചിട്ടാ കമ്പനി ആക്കാം? പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കൈ നീട്ടിയാ കുട്ടി പോവോ? അൽക്കാബിണാക്ക് പോവും. നമ്മള് നീട്ടിയ വരും. മാഷാഅല്ലാഹ് എത്ര കുട്ടി, അതായത് 99.9% കുട്ടികളും വരും. പിന്നെ ചില കുട്ടികളുണ്ടാവും ഇപ്പമാരടുത്തും തീരെ ഇറങ്ങാത്ത കുട്ടികളുണ്ടാവും. ഉത്തൊക്കെ കണ്ടില്ലെന്ന് ഓളൊക്കെ എന്റെ ഇപ്പൊ പഠിച്ചാട്ടോ. അവൽക്കൊക്കെ ഒരു കുട്ടി. അപ്പൊ സുഹൃത്തുക്കളെ, കല്യാണത്തിന്റെ പരിപാടികളൊക്കെ എന്തൊക്കെയാ വിശേഷം? ഈ അസറൊക്കെ അല്ലേ കല്യാണം എന്ന് പറയണല്ല, വലിയ ചെമ്പിന്റെ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഫുൾ കോള്. ഫുഡ് നമുക്ക് സെറ്റ് ചെയ്യണ്ടേ? അവരെന്തിന്? അല്ല പരിപാടിക്ക് ആടാ ചെമ്പ് ഞാൻ ഇറക്കാറുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ മെസ്സേജ് വന്നു, നിങ്ങള് പെരിന്തൽമണ്ണ വന്നാണ്ട് വൈഫിന്റെ ഡ്രസ്സിന്റെ അളവെടുത്ത് പോയില്ലേ? എപ്പോ? ആടാ ഫുള്ളിന്റെ പേരിലാ വരക്കണത്. അയ്യോ. അപ്പൊ ഇതാണ് മച്ചിന്റെ സ്കൂൾ കേട്ടോ. അല്ലേ മച്ചി ഇപ്പൊ വരുള്ളൂ. KMM LPS കൂറ്റമ്പാറല്ലേ ഞാൻ പഠിച്ച സ്കൂളിന്റെ അവസ്ഥ. അത് PMS UPS അല്ലാ കണ്ടോ? ഈ ഓട്ടോറിക്ഷ ബാക്ക് എടുത്താണ്ടോ? ഇതുണ്ട് അയാളിപ്പോ കൊണ്ടുപോയി. ഒന്നും ശ്രദ്ധിക്ക. സുബ്ഹാനല്ലാഹ് ഈ സഖാറില്ല ഞാൻ ചൊല്ലിക്കണെന്നാലും ബിസിനസ്മാന്റെ ഫുള്ള് ഇതാണ്. എ ബോർഡ്, ബി ബോർഡ്, മറ്റേതും 20 കിലോന്റെ ഐബാണ്. ഇപ്പൊ നമ്മളെ നാടെത്തിട്ടോ. മാഷാഅല്ലാഹ്. അത് ഇവിടെ കണ്ടോ വീടിന്റെ മേലൊക്കെ കണ്ടോ എല്ലാരും. ഇന്നെന്തോ ഒരു ഡാർക്ക് ഡേ ആണ്. ഇനി നമ്മള് ശ്രദ്ധിക്കണം. എല്ലാം നമ്മളെ മേത്ത് കിടന്ന് വരുന്നത് നമ്മള് ശ്രദ്ധിക്കാം. ഡാർക്ക് ഡേ ആണെന്ന്. കെൻസ് പോയി. കെൻസ് പിന്നെ രാവിലെ പോകും, ഉച്ചക്ക് വരും. അങ്ങനെ എനിക്ക് ഇപ്പോഴും കെൻസിന്റെ ഒരു മൂഡ് മനസ്സിലായിട്ടില്ല. എന്തൊരു മൂഡിലാണ്, മോട്ടീവിലാണ് കെൻസ് നടക്കണെന്നുള്ളത്. അനോ ഞാൻ ഒന്ന് രാവിലെ പോയിട്ടേ ഉച്ചയാകുമ്പോത്തിന് വരാം, അല്ലെങ്കിൽ ഉച്ചക്ക് പോവും. രാത്രി മുതൽ എത്തിയ പോലെ മതിടാ. എത്താം. അങ്ങനെ പോയി വരും. നമ്മളെ നാട് കേട്ടോ. വി മിസ് അവർ ഹോം. ഇതാ നമ്മളെ പേരൻ്റെ അവിടെ എത്താനായി. മരം വെട്ടണത് വളവല്ലല്ലോ. മരം വെട്ടണത് ഞാൻ എല്ലാരോടും ഒരു സംശയം ചോദിക്കും. അതായത് മരങ്ങൾ വെട്ടിയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യണത് ഒരു വളവല്ലല്ലോ. അത് പിന്നീട് ചൂടിന് ഇടയാക്കില്ലേ സുഹൃത്തുക്കളെ? എല്ലാരും ഒന്ന് പറയട്ടോ. എങ്ങനെ അത്രയും ലാൻഡ്സ്കേപ്പ്? അവിടെ അത്രയും മരം ഉണ്ട്, എന്നാൽ ലാൻഡ്സ്കേപ്പിന് സ്ഥലം ഉണ്ടാവില്ല. അവിടെ എങ്ങനെ എല്ലാം മൈലാഞ്ചി ചെടി അടക്കം കൊത്തിക്കാണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ പത്മശ്രീ നൂറ അവർകൾ നമ്മളെ കൂടെ കൂടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നൂറ അവർകളുടെ സെക്കൻഡ് ഡേ ഓഫ് സ്കൂളാണ്. ഹേയ് പൊടിച്ചേർന്നതാണ്.
ഓ സാധാരണ ഇങ്ങനെ പോലെ യോ എന്താണോളെ മേത്തൊക്കെ കുടുക്കി വെച്ചിക്കണത് ബാഗൊക്കെ കുഞ്ഞമ്മപ്പരട്ടോ ബൈ ബൈ ഓ സ്റ്റൈൽ രാജ് ഓ ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ യൂണിഫോം ഒന്നും വേണ്ടേ? കിട്ടിയിട്ടില്ലെന്നോ? മാറ്റിയപ്പോ എന്താ ചുണ്ടൊക്കെ തെളുങ്ങണ്? നോട്ടെ ചുണ്ടൊക്കെ എന്താ എന്ത് ലിപ്സ്റ്റിക് ഇട്ടെ? ഓ ഹലോ നോട്ടെ വെള്ളക്കുപ്പി. ഹലോ ഹിബ വെള്ളക്കുപ്പി പടച്ചോനെ ചിക്കുട്ടോം. കഴിഞ്ഞു. വാവ് എന്താ ഉള്ളത് കയ്യില്? വാട്സ് ഇൻ നൂറാസ് ബാഗാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ. എല്ലാ കുട്ടികളുടെയും 500ഓളം വരുന്ന നൂറ ആരാധകരെ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു നൂറിന്റെ സ്കൂൾ ജീവിതം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓ ബ്യൂട്ടിഫുൾ ബാക്ക് പാക്ക്. ലവ് ലെറ്റർ ഉണ്ടോ? ആ അപ്പൊ തന്നെ ലവ് സെറ്റ് ആവുക. കുട്ടികളൊക്കെ വരട്ടെ. പറിച്ചിട്ടുള്ള ആ അതാ 3800 ഒരു ബാഗ് ഉണ്ട്. അപ്പൊ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓടുന്ന തിരക്കിന്റെ ഇടയില് ബാഗുമൊക്കെയുള്ള സാധനങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ മറന്നു. അല്ല പ്രൈസ് ടാഗ് പറിക്കാൻ മറന്നു. നോക്കട്ടെ പേഴ്സ് ഉണ്ടോ? മാച്ചാണല്ലോ. ലവ് എന്താ ഇതൊക്കെ? മിനി മോട്ടറോ? വൈറ്റ്നറോ? ഇതെന്താ വൈറ്റ്നറാ? ഇതെങ്ങനെ വൈറ്റ് ആക്കുക? അപ്പൊ വൈറ്റ്നറാവോ? എന്റെ മോനെ വൈറ്റ്നർ നമ്മളെ കാലത്ത് മറ്റേ പീച്ചണത് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് കൊടയും എന്നിട്ട് ഇങ്ങോട്ട് വലിച്ച് നക്കണം. എന്നിട്ട് ഒന്നായിട്ടാണ് പരക്കും ചെയ്യും. ഒറ്റ വലിക്കണ്ടാവും. ഒരു സ്കെയില്. ഓ കൊറിയൻ ഫലൂദ പോലത്തെ ഒരു പെൻ കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ ഗ്രിപ്പ് കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ വേണ്ടിട്ട് കേട്ടോ. വടച്ചോനെ ഇതെന്തിനാ നൂറ? ഞമ്മക്കുണ്ട് ഇനി മായ്ക്കടപ്പർ കേട്ടോ. ഒരു ചെവിയൊക്കെ പോയിക്കണല്ലോ മായിച്ചിട്ട് ചെവി ബുക്കില് അടർന്നു വീണേ. ഇതെന്താ? ടാപ്പ് റെക്കോർഡറോ? ടാപ്പിംഗ് ആയി. ഭാഗ്യം. പെന്നിന് പിന്നെ പ്രത്യേകതകളൊന്നുമില്ല. പിന്നെന്താ ഉള്ളത്? ഒക്കെ ഈ ഒരു കളർ തീമാ പിടിച്ചിരിക്കണത്. ബാ ചോറെടുക്കാം, നമുക്ക് ഫുഡ് കഴിക്കാം. ഈ പൗച്ച് ഞാൻ കണ്ടില്ലല്ലോ അവിടെ. അയച്ചോ. ഓ ഈ പൗച്ചിനൊരു പേരുണ്ടല്ലോ, പാണ്ട പൗച്ചോ? ഓ ഇതെന്താ? ഇത് കാണിച്ചെന്നാ? ഞാനൊക്കെ ഇപ്പൊ വെറുതെ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കണത് ഞാനൊക്കെ വെറുതെയാണ് സ്കൂളിൽ പോയത്. എന്റെ അടുത്ത് ആകെ ഒരു കൂർപ്പനറും ഒരു പെൻസിലും ഉണ്ടായിരുന്നുള്ളൂ. ഇതാ കണ്ടോ സെറ്റപ്പ് കണ്ടോളി. ഓ ഓളോക്കിയപ്പം അതാ അങ്ങനെ പിടിയിട്ടുണ്ടാകും. തിരിച്ചുടി അപ്പളെ കാണുള്ളൂ. എന്റെ കൈൻ്റെ അടുത്ത് കൂടി കണ്ടോ.
ഫ്ലൈമ നോക്കിയപ്പം അതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ കാര്യം കാര്യമില്ല, ഒരു ആസ്തറ്റിക് ലുക്ക് ഉണ്ടാവും. നമ്മളെ ബുക്കിന്റെ സൈഡിലെല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു അടി അടിച്ചാലേ. ഓ അപ്പൊ ഇതാണെങ്കിൽ ഒരു ചിരിക്കണ ചിഹ്നം, ഇതാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈ. ഇതാ ഒരു ബട്ടർഫ്ലൈന്റെ പോലെ ഉണ്ടാവും. നൂറജ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോ തന്നെ എങ്ങനെ, അപ്പൊ 10ലൊക്കെ ചെന്തേക്കാരം മറ്റേ ഹെലികോപ്റ്ററിൽ സ്കൂളിൽ പോകും. വെയിലെത്തിയോ? ഏതെത്തി? ഓ ഫുൾ കളർ. ഇതെന്താ പറഞ്ഞാല് അങ്ങനെ പറഞ്ഞെന്താ? ഞാനൊരു ബുക്ക് കാണിച്ചതാ. ഇതെന്താ? ഇതാ, ഇത് നോക്ക്. ഇത് ചോറുന്ന് കഴിഞ്ഞ് ടേബിള് പഠിച്ചാനിത്. ടേബിള് ഇന്റർവെല്ലിന് ഉച്ചക്ക് ചെയ്യാന് എന്ത് ഇതിങ്ങനെ കൊറേ ഇത് തോന്നപ്പുറം ഇത് മുതലായിട്ടോ? ഇത് മറിക്ക് ഇങ്ങനെ കൊറേ സംഭവങ്ങൾ. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇത് കൊറേ ഹോം വീടിന്റെ സാധനങ്ങൾ, ഫർണിച്ചേഴ്സ് അങ്ങനെ. ഇത് ഇതിമ്മ കൊത്തിച്ചെടുക്കണം. ഓ വീട് ബിൽഡ് അത് ഞാൻ ബിൽഡ് ചെയ്തിരിക്കണം. അതായത് ഇതില് സാധന സാമഗ്രികൾ ഇവിടെ ഉണ്ടാവും. പട്ടികള്, പൂച്ച, പയം, കുട്ടി, പട്ടി, കുട്ടി, എല്ലാ സാധനങ്ങളും ഇതിലുണ്ടാവും. ഷാള്, ഷാളോ? അതാ അത് ടവലാണ്. ടവല്, വാട്ടർ ബോട്ടില്, ബെഡ്, കടക്ക, സോഫ, പാണ്ട, ഈ സാധന സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യണം? ഇവിടെ ഒരു പൊളിഞ്ഞ, അതായത് ഒരു ഉണ്ടാക്കണ ഒരു പേരുണ്ടാവും, നമ്മളെ പോലത്തെ ഒരു പേരുണ്ടാവും, ഫുൾ ഓപ്ഷൻ ആവാത്ത. ആ ഇത് 100 ഇതാണ് കേട്ടോ. ഓ ഇതിന് മൂടായിട്ട് 100. ഓരോന്നോരോന്നോ? ആ അതായത് ഇതിങ്ങനെ ഉണ്ടാവും കണ്ടോ? മനസ്സിലായി. ഇങ്ങനെ ഉള്ളതോളം എന്ത് ചെയ്തു, ഇങ്ങനെ ആക്കി. അതായത് മേലൊരു റൂം, ടേബിള്, ലാമ്പ്, അവിടെ ഒരു പാണ്ട, ഒരു ചെറിയ സ്റ്റഡി ടേബിൾ, ഇവിടെ ഒരു ചിത്രം, ഇവിടെ ഒരു ഷെൽഫ്, പേര കൂടി, ഡൈനിങ് ടേബിള്, ഇവിടെ ഒരു പാണ്ട. ഇതൊരു പാണ്ട കുടുംബാണ്. ടേബിൾ ഒരു പാക്കറ്റ് തക്കാളി. ഓ ഡീറ്റെയില്, കത്തി. സമയം പോവും. നമ്മളൊന്നും പഠിച്ച കാലത്ത് കഴിഞ്ഞാലോ? കഴിഞ്ഞ ആ രസം കഴിഞ്ഞു. തിരിച്ച ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ കുട്ടന്റെ പാട്ടുകൾ നിന്നു. അവിടെ ഒരാളെ അല്ല ഇതിന്റെ കുട്ടികളാണ് ഈ പോണത്. മുല്ലപ്പൂവും ചൂടിട്ട് അയ്യോ എങ്ങനെ എനിക്ക് മിസ്സായി. അവിടെ ഒരാളെ നോക്ക്. അതാരാ നൂറ? ഇതൊക്കെ നൂറ ഇത്രയും സാധനത്തിന്റെ ആവശ്യമൊക്കെ പറമ്പ സ്കൂളിൽ എനിക്ക് ഉണ്ടാ? നൂറ സ്റ്റാറാവും. നൂറ സ്റ്റാറാവട്ടോ സ്കൂളത്തെ. ഫോണും ഉണ്ടോ? എന്റെ അടുത്ത് വേറെന്തൊക്കെയുള്ള നൂറ? ആടുന്ന് ഇന്നല്ലെങ്കിൽ നാളെ ആടിന്റെ ഫോട്ടോ ആക്കാൻ പറയും. അസറ് വേണം. നാളെ എപ്പോഴാ പോണേ? നാളെ രാത്രി പോയൊക്കെ എടുക്കാൻ പറ്റിയ? ഓയ് മുല്ലപ്പൂവൊക്കെ ചൂടി എല്ലാരും സ്കൂളിൽ പോവാ. എത്ര ക്ലാസ്സിലപ്പോ? ഓ മാഷാഅല്ലാഹ്, അടിപൊളി. കാണട്ടോ. ടാറ്റാ ബൈ ബൈ. സ്വന്തം ആൾക്കാരാണ്. എനിക്കും മനസ്സിലായില്ല. കാക്ക വർത്തമാനം പറഞ്ഞ പോലെ അങ്ങനെ വന്നു. ചോറെടുത്തിന് പോസ്റ്റ് വർക്കൗട്ട് ഫുഡ് അടിക്കട്ടെ. ഓ കേങ്ങ് പൊരിണ്ടാ? കേങ്ങ് പൊരി, പപ്പടം,
ഞാനൊക്കെ ഉണ്ടല്ലോ എന്റെ ഒക്കെ ചോറ് പൊട്ടിങ്ങാണ്ട് ഒരു ചാടല് മറ്റേ ബുക്കിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഐഷ് ആ വൈതനങ്ങുപ്പേരിയൊക്കെ ആ വൈതനങ്ങുപ്പേരിയൊക്കെ മാത്സിന്റെ ബുക്ക് കൂടെ ഊർന്നിറങ്ങി നിന്റെതൊക്കെ അതെങ്ങനെ സംഭവിക്കൂല കാരണം സെപ്പറേറ്റ് ബാഗ് അല്ലേ. ഓ ഓ എന്തൊക്കെ ഈ ബാഗ് മൊത്തത്തിലാ ഫുൾ ഓപ്ഷൻ അതായത് എല്ലാ അതിലും ഉണ്ടാവും. ഓ അത് മൂടുട്ടോ അവിടെ മഴ പെയ്യലാണ്. മഴ പെയ്യുമ്പോ അനുസരിച്ച് പോലല്ല. അല്ല ഓള് പോക്കും വരവൊക്കെ സ്കൂൾ ബസ് തന്നെയാ. എന്ത് ബസ്? എന്ത് ഈ കാക്ക സീനാട്ടോ. ഓവർടേക്ക് ചെയ്യണല്ലേ. ഞാൻ എന്താ പറഞ്ഞേ? ഡെലിവറിക്കാരനാണല്ലോ ഞാൻ പറഞ്ഞേ ഇന്ന് എല്ലാ വള്ളികളും നോക്കണും കൂടി ഇല്ല ഇതട്ടോ. ബാസിലെ ചടി ഫ്ലക്സ്. ബാസിൽ കൂറ്റമ്പാറ വെച്ച് പോയതാണ് ഫ്ലക്സ്. പോർച്ചുഗലിന്റെ ഫ്ലക്സ്. ബാസിലിന്റെ സർവീസ് ഫ്ലക്സ് എന്തായി ഇതുവരെ പൊന്തിയിട്ടില്ല. ഇന്നും ഒന്നും പറഞ്ഞേ ഈ കവലയിൽ ഇത് ആദ്യ എന്ത് ഫ്ലസ്കൈ സ്കൂൾ ബസ് തട്ടി. സ്കൂൾ വാന് ഇപ്പൊ തട്ടി കേട്ടോ. അങ്ങോട്ട് പോയപ്പല്ല ഇതിലേ വന്നല്ലോ. എല്ലാം പോയിക്കോ ചങ്ങായി. ഞാനോട് പറഞ്ഞില്ല ഇന്നെന്തോ പ്രശ്നമുള്ള ദിവസമാണ്. പറഞ്ഞ പോലെ തട്ടിയില്ലേ. ഒരു സ്കൂട്ടി അത് അവിടെ ഫുള്ള് പൊളിഞ്ഞു കിടക്കണേ. എന്താ പറ്റിയേ? അല്ല ആക്സിഡന്റ് മനസ്സിലായി. എന്താ പറ്റിയേ? അത് ഒരു ഓട്ടോറിക്ഷ വെറുതെ അങ്ങോട്ടും ഒരു വണ്ടി വെറുതെ അങ്ങോട്ടും പോയി. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറുക്കം സ്കൂട്ടി കൊണ്ടു കയറി. ഇപ്പോഴോ? ഈച്ചുവിനെ വിളിച്ചതിന് അതെ ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് പോയപ്പോ ഇല്ല പെരിക്കിറങ്ങാനപ്പോ പെരിയിലിറങ്ങാണ്ട് പോയത്. പരിക്ക് വരെ ഞാൻ ഓർണാക്കി കൊടുക്കാൻ വേണ്ടി വന്നാ. ഇന്നാണെങ്കിൽ ഫുള്ള് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പായിട്ടാ പോണത്. അപ്പൊ ഞാൻ ഉച്ചയൊക്കെ പറഞ്ഞിട്ടുള്ളൂ സ്ത്രീക്കന്മാര് മത്സരം ദിവസമല്ലേ. അങ്ങനത്തെ ഡയാലേ ഇന്ന് സ്ത്രീക്കന്മാർ സ്കൂൾ തുറന്നു സ്ത്രീക്കന്മാരെ നിങ്ങൾ വല്ല പോയിക്കോളിട്ടോ. പിന്നെ മറ്റെന്താ ഞങ്ങള് മെല്ലെ പോണേ. ഞങ്ങള് 40 മേലെ പോയിട്ടില്ല. ആടിന്റെ ഫോട്ടോ ആക്കി. ഫോട്ടോ ഇന്നെ കിട്ടുവോ? തപ്പാനാണ് ഇല്ലേ. ഓനൊപ്പം പെരുന്നാക്കൊക്കെ ഫുള്ള് കച്ചവടമായി. സാധനം എവിടുന്ന കിട്ടുക? അതിനെ തപ്പി കുടിച്ചാണ് ഉറപ്പ്. ഒന്ന് തപ്പി നോക്കി. തപ്പി നിങ്ങക്ക് വാട്സാപ്പിൽ ഫോട്ടോ വിടുവോ? ഞാൻ ബ്ലൂടൂത്ത് ചെയ്ത് തരാം. ബ്ലൂടൂത്ത് ഓക്കെ പോയരാ. പോയിടാം സോക. മറ്റേത് 50 കേട്ടോ. ഓക്കെ ജിമ്മത്തോല അതിന്റെ പണിയല്ലേ ഇത് തന്നെ. എന്തിനാണത്? ടൈൽസ് ഇറക്കാന്. ഒന്നൊന്നര ടാസ്കിലെ പണിയാട്ടോ. പൊട്ടാതെ ഇറക്കണം അല്ലേ? യൂട്യൂബ് തുടങ്ങിയതിനു ശേഷമാണ് ഇവിടെ എല്ലാം പിന്നെ അറിയണത്. ഇൻസ്റ്റ മാത്രമല്ലെന്ന് അറിയില്ല. ഓന്റെ പേര് എന്തിനാ? ഓന്റെ പേര് അവിടെ തന്നെ. പിന്നെ ഇപ്പച്ചിനെ പറഞ്ഞാ പിന്നെ എല്ലാരും വിദ്യാഭ്യാസ മാഷോട് ഇവിടെ തന്നെ. മാഷ് ഇപ്പച്ചിക്ക് നാട്ടിൽ കിട്ടുന്ന റെസ്പെക്ട് ലയിച്ചോ. അത് വേറെ തന്നെ. അതൊന്നും നമ്മള് ചത്തട്ടി പണിയെടുത്ത് നമ്മള് 10 മില്യൺ സബ്ബായാലും നമുക്ക് അതൊന്നും വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് സബിന്റെ പുറത്ത് കിട്ടുന്ന റെസ്പെക്ട് അല്ല മക്കളെ. അത് പഠിച്ച് നേടിയ റെസ്പെക്ട് ആണ്. PG ഫസ്റ്റ് റാങ്ക്. പിന്നെ ഏതൊക്കെയാ ഫസ്റ്റ് റാങ്ക് ഇപ്പച്ചി? പണ്ടത്തെ ഇപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മൈൻഡ് ആക്കൊന്നുമില്ല. അന്ന് ഈ നാട്ടില് ഫസ്റ്റ് റാങ്ക് ഒന്നുമില്ല.
അന്ന് ഈ നാട്ടിൽ ആദ്യമായിട്ട് ഫസ്റ്റ് റാങ്ക് കൊണ്ടുവരുന്ന എപ്പച്ചിയാണ് അല്ലേ? അന്ന് ആരപ്പച്ചിക്ക് ഉപഹാരം കൊടുക്കുന്നത്? ഏതോ വലിയ മിനിസ്റ്ററാലോ അന്നത്തെ. നൂറ എന്നിട്ട് പറയ്, 7ാം ക്ലാസ്സിലെത്തിയിട്ട് എന്തൊക്കെയാണ് ഇക്കൊല്ലത്തെ ലക്ഷ്യങ്ങളിൽ, എന്തൊക്കെയാണ്, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഇക്കൊല്ലം നമുക്കുള്ളത്? ഇല്ല, ഇങ്ങനെ എല്ലാ കൊല്ലത്തെയും പോലെ ഇങ്ങനെ സ്റ്റൈലില് നടക്കുക മാക്സിമം. ഓൺലൈനോ ഒരു സ്റ്റൈലില് പിടിക്ക. ഓ, ഈ കുട്ടികളൊക്കെ എന്താ പറയണ ഇത് കണ്ടിട്ട്? എന്റെ ബാഗ് കണ്ടിട്ട് സെറ്റപ്പ് കൂടുതലാണ് പറഞ്ഞോ? എല്ലാവർക്കും കൊടുത്തോണ്ടിട്ടോ നൂറ? അല്ല, ബാഗല്ല, ശരി, ബാഗാണ് എല്ലാവർക്കും കൊടുക്ക. എല്ലാരും കളറൊക്കെ ചോദിക്കുമ്പോളേ, കളറും മായിക്കടപ്പറൊക്കെ ചോദിക്കുമ്പോ കൊടുത്തോണ്ടി. ക്രയോൺസ് ഒക്കെ ചോദിക്കുമ്പോ എന്തായാലും കൊടുത്തോണ്ടിട്ടാ. മിസ്സാണ്. ഇനി എന്തെങ്കിലും സാധനം വാങ്ങാൻ ബാക്കിണ്ടോ? ചെറിയ ഷോപ്പിംഗ് എന്തേലും വാങ്ങിയ ഫുൾ സാധനം സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? ഇല്ലല്ലോ, ഗുഡ്സിന് വേണ്ടി വരും എല്ലാ ദിവസവും വാങ്ങിയ ഫുൾ സാധനം കൊണ്ടുപോകണമെങ്കിൽ. വേറെന്തേലും ബാക്കിണ്ടോ ബാഗില്? ചോറും കൂട്ടാനും നോക്കട്ടെ, എന്തൊക്കെയുള്ള നോക്കട്ടെ. ചായയും കടി ഉണ്ടോ നോക്കണല്ലോ. അപ്പൊ ലഞ്ച് ബ്രേക്കിനുള്ളതില്ല? ഓ, ഞാൻ ഈ യമനിയെ പഠിച്ചെന്ന് ഞങ്ങൾക്ക് വേറൊരു ടൈം ഉണ്ടല്ലേ, എന്താ സ്നാക്ക് ടൈം. ഓ, അങ്ങോട്ട് മണക്കു പാർലേജി. ഞാൻ LKG മാത്രം CBSE, പിന്നെ ഫുള്ള് 1ാം ക്ലാസ് മുതൽ ഗവൺമെന്റ് സ്കൂള്, 4 ഗവൺമെന്റ് സ്കൂള്, 1 മുതൽ +2 വരെ പഠിച്ചു. ആദ്യത്തെ 2 കൊല്ലം എന്തിനാ LKG UKG ഞാൻ പഠിച്ചു നിന്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. പക്ഷെ അതുകൊണ്ട് കുറച്ച് ഒരു ബേസ് കിട്ടി ചെറിയ. പിന്നെ ഫുള്ള് 1ാം ക്ലാസ് തൊട്ട് ഫുള്ള് നമ്മൾ തന്നെ. അത് തുറന്നു വെച്ചോ, അത് അൺബോക്സ് ചെയ്താ വെച്ചോ. കേട്ടോ, വേറെ ചോറ് വാങ്ങിക്കൊടുക്കാനുള്ള ചോറ് പോലെ എവിടെ പീടിയിൽ അയച്ചിട്ടുണ്ടാവില്ലേ? എന്നാ ബാക്കി നമ്മളിന്നാ. ചോറില്ല. ഇതാ പോണേ, ഈ സ്കൂളിൽ ആദ്യം പഠിച്ചേ എല്ലാ ഓർമ്മകളും ഒന്നും ഉണ്ട് റോട്ടിൽ എന്തായാലും. ദിവസാട്ടോ എവിടെ ഇപ്പൊ ചിന്തും ചോറൊക്കെ. ചോറോടെ ഇതത്തതില് ചോറില്ലാത്ത ഉരുളക്കിഴങ്ങ് ഉണക്ക് റബ്ബേ, ക്ഷമ ഉണ്ട് റബ്ബേ. ഹേയ്, ഉരുളക്കിഴങ്ങും എന്തൊക്കെയുള്ള ഈച്ചോ കാണിച്ചു കൊടുത്താ? പപ്പട ഉരുളക്കിഴങ്ങും സീൻ കോമ്പോണുണ്ടോ? ഓ അമ്മേ, കറിയൊക്കെ എസ്തറ്റിക്കിനെ ബാധിക്കും. ഇതിന് ഉള്ളിക്കൂട്ടാനും മറ്റേ ഉരുളക്കിഴങ്ങ് കൊണ്ടോണന്നെ ഇപ്പൊ മറ്റേ എസ്തറ്റിക് മാച്ച് ആവാതെ പോണത്. കുട്ടികളാരും കാണാതെ കഴിക്കല അതൊക്കെ തന്നെ. നൂറൊക്കെ ഇഷ്ടം യൂണിക്കോണിന്റെ ചമ്മന്തിയോ അല്ല ഈ ബാർബികളുടെ ഉപ്പേരിയോ? അതൊക്കെ പണ്ടേനി, അതൊക്കെ പോയോ? അപ്പൊ ഇപ്പൊ എന്താ കുറോമി കൊച്ചാപ്പേ? എന്താ കൊച്ചാക്കോ? എന്താ ചോദിച്ചോ അതൊക്കെ? കുട്ടികളെ ഇപ്പൊ ബാർബി ഡോളും മറ്റേ സിൻഡ്രല്ലൊന്നും അല്ലട്ടോ ഇപ്പൊ കൊച്ചാപ്പ പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇപ്പൊ കളിക്കണെന്നാണ് പറഞ്ഞോ. ഫയലിലാണ് ഫയലിന് പറഞ്ഞ പേരാ കൊച്ചാപ്പ. ഈ മൊയല് തിരിഞ്ഞിക്കണ മൊയല്
ഇതിലൊന്നും ഇല്ലല്ലോ, അതൊക്കെ ഇങ്ങനെ വെറുതെ കൊണ്ടുപോണേ. ഈ മൂട് തിരിഞ്ഞിരിക്കണ മോയലൊക്കെ ഒരു മാന്യത ഇല്ലാത്ത ക്യാരക്ടറാണ് കേട്ടോ ഉള്ള പറയാ. ആ കാലത്ത് സ്പൈഡർമാനൊക്കെ നല്ല സ്റ്റാൻഡേർഡിലാണ് നിന്ന്. ഈ മൂട് തിരിഞ്ഞിരിക്കണ മോയലിന്റെ പിന്നാലെ ഒന്നും പോരുത് നൂറ. അല്ലാതെ മറ്റേ സ്പൈഡർമാനും സൂപ്പർമാനൊക്കെ തന്നെയാണ്. ഇവലൊക്കെ ടിവിയിലുണ്ടോ കുറോമിയും കൊച്ചാപ്പയൊക്കെ? ടിവിയിലല്ല, ഡിസ്നി മൂവീസ് ഇല്ലേ അതിലൊക്കെ. ഡിസ്നി മൂവീസ് ഒന്നും നമ്മളെ ടിവിയിൽ കിട്ടും കൂടി ഇല്ല. മറ്റേ ഇതില് കിട്ടും. ഏയില് മറ്റേ നെറ്റ് മിറർ പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ കാണലുണ്ടല്ലോ ഡിസ്നി മൂവീസ്. നെറ്റ് മിററോ? ആ നെറ്റ്ഫ്ലിക്സ് അല്ലേ? നെറ്റ് മിറർ. നമ്മള് ബാക്കിലായിട്ടോ. പക്ഷെ എന്ന് വരണ്ടില്ല, ഇനി ആകെ അടി പോയി. മൊത്തത്തില് നമ്മള് ബാക്കിലാണ് ജീവിക്കണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്ന പോലെ. എന്തൊക്കെ തരം ആൾക്കാരന്ന് റോട്ടുമേ. നമ്മളിന്ന് 30 പോണോണ്ട് വലിയ സീനില്ല കേട്ടോ. ഇനി എങ്ങട്ടാ ഈച്ചോ? അന്ന് പറമ്പ സ്കൂള് പോയത് ഓർമ്മല്ലേ? ജാലിയൻവാലാ ബാഗിന്റെ പോലായി നബീല് കാറും കൊണ്ടുവന്നിട്ട്. അർഷിന്റെ ഉണ്ടേനി. എന്നിട്ട് എന്താ കുട്ടികളെ അങ്ങോട്ട് വട്ടിട്ടു. എന്നിട്ട് ടീച്ചേഴ്സൊക്കെ വന്നിട്ട് നമ്മൾ രക്ഷപ്പെടുത്തിയത്. ഞങ്ങൾ ഉള്ളിക്കില്ല കേട്ടോ നൂറ. ഈ സ്കൂളിലോ? ആ അപ്പൊ പോണ സ്കൂള്. കുട്ടികളെ നന്നായിട്ട് ക്ലാസ് നോക്കണ്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഫുള്ള് വണ്ടിന്റെ റൗണ്ടായി. അതിന് നമുക്ക് വണ്ടി എടുക്കാനോ ബാക്ക് വെക്കാനോ, കുട്ടികളാണ് നമ്മൾ ലോക്കായി. എന്നിട്ട് അവസാനം സാർമാരൊക്കെ കണ്ട് കുറെ വിസിലൊക്കെ അടിച്ച് സാർമാരൊക്കെ ഓടി വന്നിട്ട് കുട്ടികളെ ഫുള്ള് ഇറക്കി. കുട്ടികൾക്കെത്തത് ഓന്റെ സ്കൂളാ നൂറ? പിന്നെ എങ്ങനെയാ എനിക്ക് മനസ്സിലായോ എന്റെ സ്കൂളിലാണെന്ന്? ഇവിടെ വേങ്ങാപ്പരത്തെ സ്കൂള്. യൂണിഫോം ഉണ്ടല്ലോ ബൽക്കൊക്കെ. ഓ സ്റ്റൈല് പിടിക്കാൻ വേണ്ടിട്ട് യൂണിഫോം മനഃപൂർവ്വം വൈകിപ്പിച്ചു. യൂണിഫോം ഒക്കെ വൈകിപ്പിച്ചു ഈച്ചോ. എന്നാ അത്രയും ദിവസം കളർ ഡ്രസ് ഇട്ട് പോവാല്ലോ ഇങ്ങനെ. ഈ വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു ഫ്രാൻസ് അടിക്കും. ഫ്രാൻസിന്റെ ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ജിമ്മി ഏതാ ടീം? അല്ല പ്രാവശ്യം ജർമ്മനി ഉണ്ട് കളി. സെറ്റ് ടീമുണ്ട്. അല്ല നല്ല ടീമുണ്ട്. ഡയലോഗ് ഒന്നും ഇടാന്നാ മതി, അപ്പൊ നീളം പോകും ടീം. ഡയലോഗ് ഇടുമ്പോഴാണ് ടീം കങ്ങ. ഞാൻ പ്ലസ് 2 പഠിക്കുമ്പോഴാണ് ജർമ്മനി കപ്പ് അടിക്കണേ. ഞാൻ 10-ല് 9-ലോ 9-ല് ആണ്. ഏയ് ഞാൻ +1 ഒന്നല്ല അപ്പം. അല്ലേ ഞാനേ ഇജ് +1 ആവും, ഞാൻ 9 ആവും. നൂറാ ഇവിടെ അല്ലേ വേണ്ട, വേഗം ഇറക്കിയിട്ട് ഞങ്ങളവിടെ തിരിച്ചോണ്ട്. ഇവിടുത്തെ വില്ലന്മാരാണ്. പോവാട്ടോ, അല്ലെ പ്രവേശനോത്സവ ഗാനം ഞാൻ പാടേണ്ടി വരും. എന്നാലും നമ്മളെ കാണുമ്പോൾ ഇപ്പൊ രണ്ടാമത് നടത്താനൊക്കെ തോന്നിയാലോ. ഇപ്പം 10 രൂപ ഉണ്ട് കേട്ടോ. കൂളായിട്ട് കിട്ടും. തേങ്ങ പൊളിച്ചിട്ടുണ്ട്. ചേച്ചിമാരൊക്കെ നൂറ് ഇറങ്ങിക്കോ. എന്നാ നാളെ കാണാ. ജയ് പാകിസ്ഥാൻ. ഇങ്ങോട്ട് വാ. ഇല്ല നൂറ് അങ്ങോട്ട് വാ, ഒരു ഫോട്ടോ എടുക്കണം. ഹായ് വാ, ഇങ്ങോട്ട് വന്നാ മതി. ഇപ്പുറത്തേക്ക് പുറത്തേക്ക്. മരം കുത്തികളെ പോലെ കൊട്ടണ്. ഹായ്. വിളിക്കണ്ട ഏസിട്ടിക്കണോന്നോ?
സുഖം. എന്താ വിശേഷം? നല്ല വിശേഷം. സ്കൂൾ തുറന്നോ? ഇപ്പൊ എത്രാം ക്ലാസ്സിലാ ഞങ്ങളൊക്കെ? ഞാൻ 3. നൂറ പോവല്ലേ? 3-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 4-ാം ക്ലാസ്. iPhone 18 Pro Max 13 ഞാൻ ഫസ്റ്റ് ഉണ്ടപ്പോ. എന്നാ ഞങ്ങള് പോയാലോ? എവിടുന്നാ പോയിരുന്നെ? പണിയൊന്നുമില്ല വെറുതെ ഓങ്ങനെ എവിടുന്ന പോയിരുന്നേ? നൂറങ്ങോട്ട് വാ, നൂറങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഉള്ളിക്ക് വാ. എന്നാ പോയി കേട്ടോ. അസ്സലാമലൈക്കും. എന്നാ ഓക്കെ, നാളെ കാണാം. ആ ഞാൻ എന്നും വരെ ഇവിടെ സ്കൂൾ ഡ്രൈവർ, മറ്റേ സ്കൂൾ ബസിന്റെ ആളാ. ബൈ ബൈ. ആരടാ? അഫിയ? അഫിയ വന്നിട്ടില്ല. അഫിയ ഉറങ്ങാടാ, അഫിയ എണീച്ചിട്ടില്ല. വേണ്ട, ഒന്ന് ആദ്യം മതി. നൂറടാ, നൂറാ ഇങ്ങോട്ട് വാ. എടാ ഓളൊന്നും ഇങ്ങോട്ട് വിട്ടാണി, ഒന്ന് വിടുവോ? ഓളം ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഒരു ഫോട്ടോ എടുത്തോ, ഇതിലെടുത്തോ. ക്യാമറമേ ആണോ? എങ്ങനെ? എനിക്കറിയില്ല, എടുത്തോ. ടീച്ചർമാരൊക്കെ എന്താ സംഭവിക്കണായിരുന്നു? അല്ല മജീദ് മാഷി, മുജീബ് മാഷി. വിട് വിട് വിട്. നൂറ പോയി. ബൈ 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 ബൈ. എന്നാ കുട്ടികളെ അസ്സലാമലൈക്കും. ജയ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം വിജയിക്കട്ടെ. ഓണടിക്കണ്ട, നമ്മളിവിടെ ലോക്കായതാണെന്ന് എങ്ങനെ പറയാ? നിങ്ങൾ പോട്ടെ, ഞങ്ങള് പോട്ടെ, പോയേരട്ടോ. മാരതമെന്നാൽ വാരിനടുവിൽ വൈഭവ് സൂര്യവംശിയോ? എന്റെ കാറ് പോട്ടോ. ഒന്നും കണ്ടതാണ്. നോക്കട്ടെ, നല്ല കുട്ടികളെ നോക്കട്ടെ. ആ യാ, എന്ത് നല്ല കുട്ടികളെ. യാ, മുന്നേ തന്നെ വണ്ടി നിർത്തിക്കണേ. ഒന്നും സൈഡ് എടുക്കുന്നതാണ്. ആ നോക്കട്ടെ, നല്ല കുട്ടികളെ നോക്കട്ടെ. യാ, നല്ല കുട്ടികളെ. ടാറ്റ നടി, ടാറ്റ ടാറ്റ ടാറ്റ. ഓയ്, ഞാൻ ഓളാക്കാൻ വന്നാ ബാവുന്റെ കുട്ടീനെ. പോയേരട്ടോ. ബൈ ബൈ. എടാ ബെല്ലടിച്ച്, ബെല്ലടിച്ച് പോട്ടെ പോട്ടെ പോട്ടെ. ഞങ്ങൾക്ക് ചീത്തട്ടു, ഞങ്ങൾക്ക് ചീത്തട്ടു. പോട്ടോ. ബൈ ബൈ ബൈ. നൂറ പോയാ? എഗ്വിറ്റന്റെ മുടിയായിട്ട് നിക്കണോക്ക് ഒരാള്. ചെക്കന്റെ മുടി ചീറിട്ടോ, മുടിയൊക്കെ ചെക്കന്റെ റൈറ്റ് തോന്റെ. ഓ മാഫിയ സ്പെക്കാട്ടോന്. ബിജിഎം ഇട്ടാണല്ലത്. ഇവിടെ ഒന്നോരാണതേ മാസി വാട്ടിട്ടോന്നാണ്. ഓല് കോലുമുട്ടായി കുടിച്ച് ഇങ്ങനെ പവറിൽ നിൽക്കേനി ഇവിടെ. 2 റുപ്യേനെ മുട്ടായി നിന്നിട്ട്. ഇത് പാവം ചെക്കനാട്ടോ. വീട്ടുകാര് എണ്ണയും തേച്ചാണ്ട് ഇന്നെ വിട്ടൊക്കെ പോലെ വിട്ടതാണത്. ആ തട്ടിയോ? തട്ടിയില്ലേ? തട്ടിക്കണ്. ചെക്കൻ റോഡിൽ നിന്നാണ് ചെക്കൻ വന്ന് പോണ്, ചെറിയ കൊണ്ടതാ പോണ്. കണ്ടോ, മുട്ട കൊയ്യാണ്, വീണു. ചെക്കനെ പോലെ ആരാ തട്ടിക്കണ്? വണ്ടി തട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രണ്ടാമത്തെ ആക്സിഡന്റ് കേട്ടോ. സുഹൃത്തുക്കളെ, വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ നല്ലോണം കരുതിക്കോളി. സ്കൂള് തുറന്നിട്ട് ലക്കും ലെവലും ഇല്ലാത്ത, നമ്മൾ കുറ്റം പറയല്ല കേട്ടോ. നമ്മളിപ്പോ റോട്ടിൽ, നമ്മൾ ഇത്രയും ദിവസം റോട്ടിൽ ഇറങ്ങിയപ്പം ഊട്ടിക്ക് പോകണോലും മൈസൂർക്ക് പോകണോലും ഓല മാത്രം കണ്ടാൽ മതി. ഇനി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സ്കൂള് തുറന്നപ്പം ഒരു ലോഡ് ആൾക്കാർ ടൈം നേരം വൈകി വരുന്നവരുണ്ടാവും. സാഹചര്യം കൊണ്ടാണ് നേരം വൈകി വരുന്ന ആൾക്കാരുണ്ടാവും. സ്പീഡിൽ പോകണവരുണ്ടാവും, സ്പീഡിൽ പോകണ ഓട്ടോറിക്ഷ ഉണ്ടാവും, മെല്ലെ പോകണവരുണ്ടാവും, പോക്കറ്റ് റോഡിൽ നിന്ന് കയറണവരുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പം
കുട്ടികളെയും കൊണ്ട് പോണോലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. ഇന്ന് മാത്രം ഞങ്ങളെ മുന്നിൽ ഇപ്പൊ രണ്ട് വണ്ടി, ഒന്ന് തട്ടിപ്പൊളിഞ്ഞു, ഒന്ന് റോട്ടിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത്. അപ്പൊ ചെറിയ കുട്ടികൾ സൈക്കിൾ ഓടിച്ച് പോകണമല്ലോ ശ്രദ്ധിക്കുക. എല്ലാവരും സ്വയം ശ്രദ്ധിക്കുക, അവനവൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നൂറനെ നമ്മൾ സ്കൂളിലാക്കി കൊടുത്തു. നൂറന്റെ പൂക്കി സ്കൂളിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പൊ എന്താ വെച്ചാല് രാവിലെ ജിമ്മിന് പോണ ആൾക്കാരാണ് ജിമ്മിയും ഈച്ചൊക്കെ കേട്ടോ. ഇന്ന് ഈ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ പോയിട്ട് എന്ത് ചെയ്തു, പിന്നെ ഫുള്ള് ഉറക്കം തൂങ്ങി. 11 മണിക്ക് വന്ന് ഉറക്കം തൂങ്ങി. ഒരു 3-3:30 വരെ കടന്നുറങ്ങാനുണ്ടായത്. അപ്പം നമുക്ക് വീടിൻ്റെ മുകളിലതാ നമ്മൾ ചിത്രശലഭത്തെ പോലെ നമ്മളെ ആളെ കാണാൻ പറ്റും. പോരുന്നില്ലേ ഫ്ലസ്കേ? ഈ കവലയിൽ ഇത് ആദ്യാ എന്ത് ഫ്ലസ്ക് 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 വെക്കാൻ പോവാ ഇല്ല ബ്രാച്ചുകൾ സംയുക്ത ഫ്ലക്സ് നമ്മളെല്ലാവർക്കും എതിരല്ലേ? സീ കാറ്റില്ലേ? ആ ഓടിയല്ലേ? നമ്മളെ പുതിയ വീട് മാഷാ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അതായത് മഴ പെയ്യുമ്പം ഇവിടെ ഉള്ള കൂളിങ് അല്ലേ, ഇവിടെ അങ്ങോട്ട് പാറയാണ്. അതായത് മഴ അങ്ങോട്ട് പെയ്താൽ ഈ പാറയൊക്കെ പാടം അങ്ങോട്ട് തണുക്കും. തണുത്തിട്ട് ഇങ്ങോട്ട് നിങ്ങളോട് പറയാ, അവിടുന്ന് ഇങ്ങോട്ട് ആ തണുപ്പുമ്പോൾ കൂടെ അങ്ങനെ കാറ്റ് ഇങ്ങനെ അങ്ങോട്ട് വീശുമ്പോൾ ഉണ്ടല്ലോ, ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒരു കൂളിങ് അങ്ങോട്ട് വരാണ്ട്. ആവൂ സീൻ സ്ഥലം. എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ജീവിതം. ഈച്ചയുടെ ഇന്ന് റെഡി ആയിക്കട്ടോ. കളിയില്ലേ റെഡിയാണ്. ആ അപ്പം നമ്മൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ഫുള്ള് പരിപാടി ക്രിക്കറ്റാണ് കേട്ടോ. എല്ലാ ദിവസവും ക്രിക്കറ്റ്. ഇന്നലെ രാത്രി ക്രിക്കറ്റ് ഉണ്ടായി, ഇന്നും ക്രിക്കറ്റ്. ഫുൾ ഡേ ഹോൾ ഡേ ടോട്ടൽ ഡേ ക്രിക്കറ്റാണ് പരിപാടി. ഞാൻ ഓട്ടാവാ. അപ്പം നമ്മൾ ജിമ്മിൻ്റെ വണ്ടി എടുത്ത് പോവുകയാണ്. നമ്മൾ ഫ്ലസ്ക് വെക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അമ്മേ ഫോണിപ്പം മുന്തി പണി കയറി. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ വേറൊരു വ്ളോഗ് എടുക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ, വീട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ അതും ഇതും മിക്സ് ആക്കിയിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട വിചാരിച്ചു. ആവശ്യമുണ്ട്. റേഷൻ കിട്ടിയോ? ഹലോ. എത്ര ഉണ്ടാവുന്നു? എങ്ങോട്ട് പോകുകയാണെങ്കിൽ ആടുമന്തിക്കല്ലേ? ആടുമന്തിക്ക് എന്തായാലും ഒരു 10-15 ആൾ നമ്മളുണ്ടാവൂലേ? എന്താ സ്പീക്കറിലാട്ടോ? ഇവിടെ കോളൊക്കെ ഉണ്ടോ? ഇവിടെ കോളൊക്കെ ഉണ്ടോ? നമ്പറുണ്ട്. നെറ്റില് കാണിക്കുന്നത് ആ രാത്രി മഴ കേട്ടോ. എന്ന് അതിവിടെ ചെറിയ ചാറ്റലുണ്ട്. അത് വന്ന് പോകും. അതൊരു 7:15 വന്നാണ് പോവും. പോയാ മതി. ആ അല്ല ഇത് പോവാടെ എങ്ങനെ പോവാ ഇന്നിപ്പോ നടക്കൂല. എന്തേ നടക്കൂലല്ലോ? ഇന്ന് ആടുമന്തി നടക്കൂല. അപ്പൊ ഇന്നത്തേക്കാ വരിക? അത് നാളെ പോവാ. അസറ അവിടുന്ന് കഴിച്ചിട്ടാണ്ട് പോകേണ്ടി വരും. അങ്ങനെ നാളെ ഫ്ലൈറ്റ് ഉണ്ട്. ഓൻ ചോദിച്ചോട്ടെ, അസറിനോട് ചോദിച്ചോട്ടെ. അല്ല ഓല് വെച്ചേരോ? പറഞ്ഞ് നിങ്ങൾ എത്ര വേണം കുഴപ്പമില്ല, വേറെ ആരും ഉണ്ടാവില്ല, ഞാനെന്റെ വരക്കാരും ഓരുണ്ടാവും, പിന്നെ നിങ്ങളും എത്ര ആൾക്കാരുള്ള എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ഇവിടെ ആടിനൊക്കെ ഞാൻ സെറ്റായിക്കോളാം. ആടൊക്കെ ഓലിട്ടുണ്ട്. ആടെ ഓലെടുത്തുണ്ടെന്നോ? നമ്മള് നമ്മള് സ്ഥിരം വാങ്ങണ 3 ഷോപ്പ് പോയോക്കി. അവിടെ നിന്ന് കിട്ടില്ല. ഓൽക്ക് ഉണ്ടാവും, ഓൽക്ക് കിട്ടും. ഓൽക്ക് സ്ഥിരമായിട്ടുള്ള ആൾക്കാരല്ലോ. നമ്മള് 3 ഷോപ്പ് പോയിട്ട് നമുക്ക് ഊളിയത്ത് കഴിഞ്ഞോണ്ടേ സാധനം കിട്ടാല്ല. എവിടെയും കിട്ടണില്ല. ഓലൊക്കെ ഞാൻ ആയിട്ട് വേണമെന്നൊക്കെ ആദ്യം ഇതാക്കും, എന്ത് വാങ്ങി വെക്കും ഈ ഉദയത്തിന്റെ ടൈമിലൊക്കെ. അപ്പൊ താങ്ക് യു. എങ്ങനെ വേറെ ഇറങ്ങി എന്തായാലും നേരത്തെ പോലെ എന്തായാലും പോരല്ലേ, പണിയൊന്നും ഇല്ലല്ലോ. അതല്ല നാളെ എപ്പോഴാണ് എയർപോർട്ടിൽ ഇറങ്ങുന്നത്? അല്ല ഇന്ന് എന്തായാലും നേരത്തെ പോരെ അറിയാം. ഞാൻ ഇറങ്ങി. ഞാൻ എന്റെ വരേക്ക് നേരെ പോകുന്നത്. ഞാൻ പോട്ടെ. എങ്ങോട്ടാ പോയത്? എന്റെ വരേക്ക് ഞാൻ കട്ടിനെടുക്കാണ്ട്. പെണ്ണുങ്ങളെ മറക്കല്ലേ.
ഒന്നുമില്ല, പെണ്ണുങ്ങളെ മറന്നൊക്കെല്ലേ പറയാ. ഞാന് നേരെ അരീക്കോട് റോഡിന് പോകുന്നു, 2 കിലോമീറ്റർ പോകുന്നു തിരിച്ചോട്ടെ. ഇനി തീർച്ചയായിട്ടും പെരുന്തൽമണ്ണ പോയി എടുത്തു പോര്. അപ്പൊ റെഡ് ഉണ്ടോ? റെഡ് വരുമോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അസറിനെ വിളിച്ചോട്ടെ. അസർ എപ്പോഴാണ് നാളെ ഫ്ലൈറ്റ്? ചോദിച്ചോക്ക്. ഓക്കെ. ഓ എന്തല്ലേ ഉദയത്ത് കഴിഞ്ഞ പിന്നെ ആടും ബീഫൊക്കെ കിട്ടണ കുറച്ച് പണിയല്ലേ. ബീഫ് പിന്നെയും കൊണ്ടുവന്നു. ആട് ഇത് വൈഫൈന്റെ ആൾക്കാരാണോ? ഓല് വൈഫൈ ഒന്നും ചെയ്യൂലല്ലോ. ആ കുടുങ്ങിണ്, വൈഫൈ ഇല്ല. നെറ്റ് എടുക്കണ വ്ളോഗ് അപ്ലോഡ് ചെയ്യാ ആരാന്റെ പെര പോവാണ്. എവിടെയാ? ഹലോ, എവിടെയാ പോണാണ്ട് പോയി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ സംയുക്ത ബ്രാച്ചുകൾ നമ്മളെ വേൾഡ് കപ്പ് അടുക്കുകയായി. വേൾഡ് കപ്പിന്റെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഏറ്റവും ശക്തിയുള്ള ടീം ബ്രാച്ചുകലാണ് ഞാൻ പറയാം. കാരണം അത് പോർച്ചുഗലും ബ്രസീലും കൂടി ചേർന്ന ശക്തിയാണ്. സംഭവം ഒരുമിച്ച് വരുന്ന വരെ ഓലെല്ലാവരും ഒറ്റക്കെട്ടാണെന്നാണ് എന്റെ നിഗമനം കേട്ടോ. കാരണം ബാസിലും അസറൂനെയും കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവർക്ക് എങ്ങനെങ്കിലും സംയുക്തമായി ബാക്കിയുള്ളവരെ തോൽപ്പിച്ചാൽ മതി. പക്ഷെ ഒരുമിച്ച് വന്ന ഓലെന്നെ പറയുന്നുണ്ട് നിങ്ങൾ തോൽക്കും. പോർച്ചുഗലുകാർ പറയുന്നുണ്ട് ബ്രസീൽ പൊട്ടും ഞങ്ങളോട് പൊട്ടും. ബ്രസീലുകാർ പറയുന്നുണ്ട് പോർച്ചുഗൽ പൊട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും സംയുക്ത ബ്രാച്ചുകൾ സഖ്യത്തിന്റെ വലിയ ഫ്ലസ്ക് നമ്മുടെ നാട്ടിൽ വെക്കാൻ പോവാണ്. നമ്മുടെ മൈലാടി ഭാഗത്താണ്, അമൽ കോളേജ് മൈലാടി ഭാഗത്താണ് ഫ്ലസ്ക് വെക്കുന്നത്. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് വിശേഷങ്ങളും വിവരങ്ങളും കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ബ്രാച്ചുകൾ സഖ്യത്തിന്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബ്രസീലിന്റെ ജേഴ്സി ടസറും റയൽ മാഡ്രിഡിന്റെ ജേഴ്സി ഇട്ടാണ്ട്. ഇത് റയലാണ്. റൊണാൾഡോനെ ഇപ്പോഴല്ല ടീമിലെടുത്ത്. അപ്പൊ സ്റ്റോക്ക് പുതിയ വരുന്നുള്ളൂ. എടുക്കെടുക്കൂലെന്ന് അറിയില്ല ഇനി. അതുകൊണ്ട് ഞങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മളിപ്പോ തന്നെ അടിച്ചു. നാട്ടിൽ വരെ ഇറങ്ങി. എന്റെ റൊണാൾഡോ, കേരളത്തിന്റെ കസ്റ്റമായ റൊണാൾഡോയെ പറഞ്ഞാൽ ബാസിലിന്റെ ഒരു പുതിയ റീല്. എല്ലാരും ഈ ഒരു പാട്ടില് ബാസിലിന്റെ റീൽ ഇറക്കട്ടോ. എനിക്കതാ പറയാനുള്ളത്. പോർച്ചുഗൽ ഫാൻസ് ഓഡിയോ ലീക്ക് ആയിക്കണ്. ഇതെന്തോ ഇബലെന്നെ മറ്റേ അലി ഖമനേനി ഈ 3 പേരോടും മാനവും മര്യാദക്ക് നമ്മൾ പറയാ, നിങ്ങൾക്ക് ബോംബിടാനോ ആക്രമണം നടത്താനോ ലോകത്തിന്റെ ഏത് സ്ഥലവും ഉപയോഗിക്കാൻ പ്രശ്നമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. തള്ളിച്ചാവുന്നെങ്കിൽ ചത്തോ. പക്ഷെ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ റൊണാൾഡോയുടെ രോമത്തിൽ സ്പർശിക്കാൻ നിങ്ങൾ തുനിഞ്ഞാൽ ലോകത്തുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനോയുടെ പോരാളികൾ ഒരുമിച്ചിറങ്ങും. 3 ടീമിനെയും ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും. അല്ല, അലി ഖമനേനി റൊണാൾഡോക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആരോ എന്തോ ഓടി. അതല്ല, ബോംബിട്ട് തകർക്കല്ലേ ഫുള്ള്. റൊണാൾഡോന്റെ മേത്തൊക്കെ തട്ടിയാൽ അന്നത്തെ ഓടിയാണ്. മരിച്ചു. മൂപ്പര് മരിച്ചതിന് മുമ്പത്തെ ഓടിയാണത്. കമനേയല്ലേ? ഉച്ചാരണം അങ്ങനെ അറിയില്ല. എന്നാലും അയാൾ മരിച്ചതിന് മുമ്പത്തെ ഓടിയാണ്. ഹി വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. ഇന്ന് എന്റെ റിയൽ ഇറങ്ങും. അപ്പൊ ഒന്നുകൂടി നമ്മൾ ആൾക്കാരെ അറിയിക്കും. നിങ്ങളെ ഓടി നമുക്ക് കിട്ടുന്നേ മതി. നീ ഇറക്കുന്നേ. ഹലോ, വേറെ സാധനം കൂടി ഉണ്ട് റൊണാൾഡോന്റെ. 3 ഓടിയുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിന് കളിച്ച 2 ഓടിയുണ്ട് റൊണാൾഡോന്റെ. എന്തോ പൊട്ടത്തരം. റൊണാൾഡോ ഫാൻസിന്റെ ഓഡിയോസ് കോമഡി ആട്ടോ. ഓ, നിങ്ങളത് ഇങ്ങനെ അപ്പൊ സംയുക്ത ഫ്ലക്സുകൾ തന്നെയല്ലേ വെക്കും? ഇങ്ങനത്തെ വിരലാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാവും. 2 വിരലിന്റെ അല്ല, തന്ത വിരലിനെക്കാട്ടിലും വലുതാണ് ചെറുവിരൽ എന്നുണ്ടെങ്കിൽ വൻ ഭാഗ്യവും. അത് കാണിച്ചു എന്റെ വിരല്. അതല്ല ഞാൻ പറയണത് അറിയോ, ആ തന്ത വിരലിനെക്കാട്ടിലും വലുതാണ് അതിന്റെ ഇപ്പുറത്തെ വിരൽ എന്നുണ്ടെങ്കിലോ വൻ അസാധ്യ ഭാഗ്യങ്ങൾ ഉണ്ടാവും ജീവിതത്തില്. ജിമ്മിന്റെത് തന്നെയാണ്. ആണ് എന്റെ തന്ത വിരലിനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട് ആ വിരല്. പക്ഷെ എനിക്കില്ല അത്. നിലമ്പൂരങ്ങാടിക്ക് സോക്സ് ഇട്ടാണ്ട് ഇറങ്ങി വെച്ചോ. എനിക്ക് ഭാഗ്യല്ലടാ. ഭാഗ്യം നോക്കിയതാ. അത് രസമുണ്ട്. ഇതെടുത്തോ. ഇതെടുത്തോ. അപ്പം ഈ ഡ്രസ് എടുക്കലൊക്കെ എന്തിനാണ് ഉള്ളത്?
അപ്പൊ ഈ ഡ്രസ് റിവ്യൂകളൊക്കെ എന്തിനാണെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാ. എല്ലാവരും കമന്റ് ചെയ്തിട്ട് എന്തിനാണെന്നുള്ളത് പറയാ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. ഇനി ഫ്ലസ്ക് വെക്കാൻ പോണ വ്ളോഗ് കണ്ടില്ലേ ഈ കവലയിൽ ഇത് ആദ്യ എന്ത് എന്ത് ഫ്ലസ്ക് റെഡി കൊണ്ടിരിക്കാണ്. 7 മണി 7 ആകുമ്പോത്തിന് മരിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വെക്കാം. സംയുക്ത ഈദ്ഗാഹ് എന്നൊക്കെ പറഞ്ഞ മാതിരി സംയുക്ത ബ്രാച്ചുകളുടെ ഫ്ലക്സ് മറ്റേ മൈലാടി പാടങ്ങളിൽ റീൽസിൽ പറഞ്ഞ അന്തല്ലാത്ത പ്രായത്തിൽ നമ്മളൊരു ടീം ഫിക്സ് ആയി. പിന്നെ ബാസിൽ അതായത് പോർച്ചുഗൽ ഫാൻസ് നെയ്മറിന്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ടു, ബ്രസീലുകാർ റൊണാൾഡോന്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പോർച്ചുഗൽ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസീലിന് സപ്പോർട്ട് ചെയ്യും, ബ്രസീൽ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോർച്ചുഗലിന് സപ്പോർട്ട് ചെയ്യും. അതാണ് ബ്രാച്ചുവൽ ഫാൻസ്. രണ്ടാൾ ഔട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അർജന്റീനക്ക് എതിരാവുക. അങ്ങനെയാണല്ലോ. അല്ല, അത് നിങ്ങൾ തലമുറകളായി കൈമാറി വന്നൊരു പാരമ്പര്യമാണ്. അത് നിങ്ങൾ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും കോമൺ തരാം, പോർച്ചുഗലും അർജന്റീനയും ബ്രസീലും ഔട്ട് ആയി കഴിഞ്ഞാൽ 3 പേരും ഒന്നാ. പിന്നെ ഫ്രാൻസ് പൊട്ടണം, പിന്നെ എല്ലാവർക്കും ഫ്രാൻസ് പൊട്ടണമാവും. അങ്ങനൊക്കെ ഒരു ഇതിലാണ് പോണത്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. അപ്പം വ്ളോഗ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഫുള്ള് മന്തി വ്ളോഗ് അത് വരും, വളരെ സ്ട്രോങ് ആയിട്ട് 2 ഗഡാഗഡി. അപ്പം ആടിന് കിട്ടാലോ അതുകൊണ്ടാണ് ഇന്ന് വ്ളോഗ് ഇല്ലാഞ്ഞത്. പക്ഷെ നാളെ നമ്മൾ ആടിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കേണ്ടി വരും. കാരണം നിലമ്പൂർ ഭാഗത്ത് ആടില്ല, അരീക്കോട് ഭാഗത്ത് കഴിഞ്ഞാൽ ആടുകളുള്ളൂ എന്നാണ് കേട്ടത്. അപ്പൊ എന്തായാലും കൊണ്ടോട്ടി ഭാഗത്തൂടെ പോകുമ്പോ എന്തായാലും ഇടവണ്ണ ഭാഗത്ത് എല്ലാവരും കേറുക അല്ലേ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. വ്ളോഗ് ഷോനെ മസ്റ്റ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ആടുമന്തി ഉണ്ടാക്കുന്ന വ്ളോഗിനും അതുപോലെ തന്നെ ചില സ്പെഷ്യൽ വ്ളോഗ്സുകളിലും നമുക്ക് വൈകാതെ കാണാം. ബൈ ബൈ. നിങ്ങളുടെ കരളിന്റെ കസ്റ്റമായ റൊണാൾഡോയെ പറഞ്ഞാൽ